മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. മത്തായി 10:8. രോഗികളെ സൗഖ്യമാക്കുവീൻ, മരിച്ചവരെ ഉയർപ്പിക്കുവീൻ, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുവീൻ, ഭൂതങ്ങളെ പുറത്താക്കുവീൻ. സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി കൊടുക്കുവീൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ശരീരത്തിലായിരുന്നപ്പോൾ ദൈവം മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ അവതരിച്ചതാണ് യേശു. ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെയും അല്ല ദൈവം. ദൈവം ഒരു മതത്തിൻ്റെയും കുത്തകയല്ല, ക്രൈസ്തവരുടെ അല്ല. ദൈവം സകല മനുഷ്യരുടെയും ദൈവമാണ് ദൈവം. പക്ഷെ ആ ദൈവത്തെ, സത്യദൈവത്തെ, ലോകത്തിലെ എല്ലാ ജനതകൾക്കും ഓരോ അളവിൽ അറിവുണ്ടായിരുന്നു. അതിൽ തന്നെ വളരെയധികം ദൈവത്തെക്കുറിച്ച് അറിവ് ലഭിച്ച ഒരു ജനതയായിരുന്നു യഹൂദൻ. എബ്രായർ 1:1 നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്. ഒന്ന് വായിച്ചോളൂ. ദൈവം പണ്ട് ഭാഗം ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ടുണ്ട്. ഇവിടെ യഹൂദന്മാരുടെ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, മോശ, പ്രവാചകന്മാർ തുടങ്ങിയവരെയാണ് ഉദ്ദേശിച്ച് പറയുന്നത്. അവർക്കെല്ലാം ദൈവം തന്നെക്കുറിച്ചുള്ള അറിവ് ഭാഗികമായി നൽകി. ഇറ്റ് വാസ് എ പാർഷ്യൽ റെവലേഷൻ, പഴയ നിയമം. എന്നാൽ ദൈവത്തെ പൂർണ്ണമായി പഴയ നിയമത്തിലെ ആർക്കും തിരിച്ചറിയുവാൻ സാധിച്ചില്ല. യഹൂദന്മാർക്ക് മാത്രമല്ല ദൈവത്തെക്കുറിച്ച് അറിവ് ലഭിച്ചത്, ലോകത്തിലെ ഇതര ജനതകൾക്കൊക്കെ ദൈവത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നു. പൗലൂസ് ഏതൻസിൽ പോയി പ്രസംഗിക്കുമ്പോൾ പൗലൂസ് പറഞ്ഞു, നിങ്ങൾ ഭക്തരായ ആൾക്കാരാണ്, നിങ്ങൾ ദൈവം ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു, എന്നാൽ നിങ്ങൾക്ക് അജ്ഞമായ ഒരു സർവശക്തനായ ദൈവമുണ്ട്. മാത്രമല്ല അവിടെ പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്, നിങ്ങളുടെ കവിവരന്മാരും നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് അവരുടെ കവിതകളിൽ പറഞ്ഞിരിക്കുന്നുവല്ലോ. അപ്പം നോക്കുക, ഏതൻസിലെ കവികൾക്കും ഏതൻസിലെ ജനതകൾക്കും ഒരു ദൈവം ഉണ്ടെന്നുള്ള അറിവുണ്ടായിരുന്നു. ലോകത്തിലെ സകല മനുഷ്യർക്കും അറിയാം ഒരു സർവശക്തനായ, സർവനിയന്ത്രിതാവായ, പ്രപഞ്ച സൃഷ്ടിതാവായ ഒരു ദൈവമുണ്ടെന്ന്. ആ ദൈവത്തെ യഹൂദന്മാർ തിരിച്ചറിഞ്ഞത് യഹോവയാം ദൈവം എന്ന പേരിലാണ്. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മോശയ്ക്കും ഒക്കെയും ആ ദൈവം വെളിപ്പെട്ടു. എന്നാൽ മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയവനാകയാൽ ദൈവത്തെ പൂർണ്ണമായി സ്നേഹവാനായ ഒരു പിതാവായിട്ട് അവർക്ക് പിടികിട്ടിയില്ല. പാപികളെ ശിക്ഷിക്കുന്ന, നിശ്ചയമായിട്ടും പാപത്തിന് ശിക്ഷയുണ്ട്. പാപം അതിൽ തന്നെ ശിക്ഷ വിളിച്ചു വരുത്തും. പാപിക്ക് അതിൽ തന്നെ ന്യായവിധി ഉണ്ടാവും. അതൊരു നിയമമാണ്. ഇപ്പോൾ ഭൂഗുരുത്വ ആകർഷണ നിയമം നിമിത്തമാണ് ഒരാൾ തെങ്ങേ കയറി കൈവിട്ടാൽ താഴെ വീഴും. അതാരും തള്ളിയിടുന്നതല്ല, ദൈവം തള്ളിയിടുന്നതല്ല, അതൊരു നിയമമാണ്. അപ്പം പാപം ചെയ്ത മനുഷ്യന് അതിൽ തന്നെ ശിക്ഷ വരും. അതിൻ്റെ കോൺസിക്വൻസസ് ഉണ്ടാവും. നിത്യ നരകം അതിന് ശിക്ഷയാണ്. പ്രിയരെ, അത് അവിടെ നിൽക്കുമ്പോൾ തന്നെ മനുഷ്യൻ പാപിയായപ്പോൾ മനുഷ്യരെ പാപത്തിന് ശിക്ഷിക്കുന്ന ഒരു ദൈവത്തെ മാത്രമേ യഹൂദന് പോലും പിടികിട്ടിയുള്ളൂ. ഏതോ ഒരു സ്ഥലത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന യഹൂദന്മാരെ സംബന്ധിച്ചാണെങ്കിൽ യെരുശലേം മലയിൽ, അതല്ല ശമര്യക്കാരെ സംബന്ധിച്ചാണെങ്കിൽ ഗെരിസീം മലയിൽ ഇരിക്കുന്ന, അവിടേക്ക് ഭക്തന്മാർ വന്ന് ദൈവത്തിന് നേർച്ച കാഴ്ചകൾ കൊടുക്കുന്ന നിലയിലുള്ള ഒരു ദൈവത്തെ മാത്രമേ അവർക്ക് പിടികിട്ടിയുള്ളൂ, യഹൂദന്മാർക്ക് പോലും. അതുകൊണ്ട് അവർക്കൊന്നും പിടികിട്ടിയില്ലെന്ന് പറയാനൊക്കത്തില്ല. ഒരു ഭാഗികമായ അറിവ് ദൈവത്തെക്കുറിച്ച് ലഭിച്ചിരിക്കും. അതാണ് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 18-ാം വാക്യത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യനായ യോഹന്നാൻ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞപ്പോൾ യോഹന്നാന് പിടികിട്ടി, ഞങ്ങളുടെ കൂടെ മനുഷ്യനായിട്ട് നടക്കുന്ന, അല്ലെങ്കിൽ നടന്ന ഈ യേശു തന്നെയാണ് ദൈവത്തെ ഭൂമിയിൽ അവതരിപ്പിച്ചത്. യേശുവിനെ പോലെ ഒരാൾ ഈ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. ഇതുപോലെ ഒരു സ്നേഹം ഈ ഭൂമി കണ്ടിട്ടില്ല. ഇതുപോലെ തന്നെ ശിക്ഷിച്ചവർക്ക് വേണ്ടിയും കൂടെ ജീവൻ വെച്ചു കൊടുക്കുന്ന ഒരു മകൾ സ്നേഹം ലോകത്തിലൊരു അപ്പനിലും ഒരമ്മയിലും ഇതുവരെ കണ്ടിട്ടില്ലാത്ത സ്നേഹമാണ് ദൈവമെന്ന് ലോകത്തിൽ വെളിപ്പെടുത്തുവാൻ ദൈവം മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ അവതരിച്ചു. അത് ക്രിസ്ത്യാനിയുടെ ദേവനായിട്ടല്ല വന്നത്, മനുഷ്യനെ തേടി ദൈവം വന്നതാണ് യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. അതാണ് യോഹന്നാൻ 1:18 വായിക്കപ്പെടുന്നത്. ശ്രദ്ധിക്കുക.
ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അപ്പം ദൈവത്തെ ഭാഗികമായി മാത്രമേ പിതാക്കന്മാർ പോലും തിരിച്ചറിഞ്ഞുള്ളൂ, പ്രവാചകന്മാർ പോലും തിരിച്ചറിഞ്ഞുള്ളൂ എന്ന് എബ്രായ ലേഖനം 1 പറഞ്ഞിട്ട് ഇവിടെ യോഹന്നാൻ പറയാണ് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ഈ ഭാഗികമായ അറിവ് ഒരു അറിവേ അല്ല, കണ്ടിട്ടേ ഇല്ലെന്നാ പറയുന്നത്. അതൊന്നും അല്ല ദൈവം. അവിടെ ഒന്നും പോയാൽ നിങ്ങൾക്ക് ദൈവത്തെ വാസ്തവമായിട്ട് അറിയാനൊക്കത്തില്ല. അതുകൊണ്ടാണ് യേശു തന്നെ ഒരിക്കൽ ഇങ്ങനെ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ കാണുന്നതിനെ കാണുന്ന കണ്ണ് ഭാഗ്യമുള്ളത്, നിങ്ങൾ കേൾക്കുന്നതിനെ കേൾക്കുന്ന ചെവി ഭാഗ്യമുള്ളത്. ഏറിയ പ്രവാചകന്മാരും രാജാക്കന്മാരും ഇത് കാണാൻ ആഗ്രഹിച്ചെങ്കിലും അവർക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ വളരെ പാർഷ്യലായ ഒരു അറിവ് മാത്രമേ പഴയ നിയമത്തിലോ ഇതര ജനതകൾക്കോ ദൈവത്തെക്കുറിച്ച് ലഭിച്ചുള്ളൂ. എന്നാൽ ദൈവത്തെ വാസ്തവത്തിൽ നമ്മുടെ പൊന്ന് പപ്പായായി, നമ്മുടെ സ്വന്തം അമ്മയെ പോലെ, എൻ്റെയും നിങ്ങളെയും നൊന്ത് പെറ്റ അമ്മയേക്കാൾ നമുക്ക് വേണ്ടി സ്നേഹിച്ച് നമുക്ക് വേണ്ടി ജീവൻ തരുന്ന ഒരു ദൈവമാണ് ദൈവമെന്ന് വെളിപ്പെടുത്തിയത് യേശുവാണ്. യോഹന്നാൻ 1:18 വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അവനെ നമുക്ക് റിവീൽ ചെയ്ത് തന്നിരിക്കുന്നു. ഒരിക്കൽ യേശു കർത്താവിനോട് തൻ്റെ ശിഷ്യൻ ചോദിച്ചു, പിതാവിനെ ഞങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരണം. യോഹന്നാൻ 14 വായിക്കാം, പിതാവിനെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതി. ഉടനെ യേശു കർത്താവ് അതിന് മറുപടി പറയുകയാണ്, ഫിലിപ്പോസേ, ഞാൻ ഇത്രയും നാളും നിങ്ങളോടുകൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. കരമുയർത്തി നന്ദി പറയാം. ക്രൈസ്തവ കുടുംബങ്ങളിൽ ജനിച്ചവർ പിതാവിനെ കണ്ടെന്നല്ല, യേശു ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞവരാണ് പിതാവിനെ കണ്ടിരിക്കുന്നത്. ആ യേശു ക്രിസ്തു ലോകത്തിലെ സകല ജനതകളെയും സ്നേഹിച്ചപ്പോൾ എല്ലാ മനുഷ്യർക്കും തൻ്റെ സ്നേഹം, തൻ്റെ അനുഗ്രഹം, തൻ്റെ വിടുതൽ മാത്രമല്ല തൻ്റെ പദ്ധതിയായ ദൈവരാജ്യത്തെ അറിയിപ്പാൻ കർത്താവ് ആഗ്രഹിച്ചു. ദൈവരാജ്യം എന്ന് പറയുന്ന ഈ ലോകത്തിലെ ഏതെങ്കിലും ഭരണത്തിനെതിരല്ല. വചനം വ്യക്തമായിട്ട് പറഞ്ഞു, ഇന്ന് ഈ ലോകത്തിലെ ഭരണാധിപന്മാരെ ഭരണം ഏൽപ്പിച്ചിരിക്കുന്ന കർത്താവ് ദൈവത്തിൽ നിന്നല്ലാതെ ഒരധികാരവും ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ രാജ്യ അധിപന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് വചനം പറയുന്നത്. ദൈവം എടുത്ത ഒരു അധികാരത്തിനും എതിരല്ല. അതുകൊണ്ടാണല്ലോ യേശു പറഞ്ഞത്, കൈസർക്കുള്ളത് കൈസർക്ക് കൊടുക്കുവിൻ, കരം കൊടുക്കുവിൻ, കടമായുള്ളത് നിങ്ങൾ കൊടുപ്പീൻ, ചുങ്കം കൊടുക്കുവിൻ. അല്ലേ? ഇന്നത്തെ ഭരണ സംവിധാനം ദൈവത്താൽ സ്ഥാപിതമാണ്. ദൈവത്തിന് നിരക്കുന്ന രീതിയിലെ ഭരണാധിപന്മാർ ഭരിക്കാവുള്ളൂ എന്നാണ് ദൈവത്തിൻ്റെ ഹിതം. പ്രൈസ് ദ ലോർഡ്. അങ്ങനെയാണെങ്കിൽ അതും ദൈവത്തിൻ്റെ പദ്ധതിയാണെങ്കിൽ, എന്നാൽ ലോകത്തിലെ ഒരു ഭരണാധിപനും ആരെല്ലാം ഭരിച്ചാലും നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാരം മാറ്റാൻ പറ്റുമോ? ടെൻഷൻ മാറ്റാൻ പറ്റുമോ? നിരാശ മാറ്റാൻ പറ്റുമോ? സ്തോത്രം. അപ്പോൾ തിരുവനന്തപുരത്തെ കസേരയിൽ മുഖ്യമന്ത്രിക്ക് ഇരിക്കാം, ഡൽഹിയിലെ കസേരയിൽ പ്രധാനമന്ത്രിക്ക് ഇരിക്കാം, എന്നാൽ എൻ്റെ ഹൃദയത്തിലെ കസേരയിൽ അവർക്ക് ആർക്കും ഇരിക്കാനൊക്കത്തില്ല. അതുകൊണ്ട് നമ്മുടെ ഹൃദയമാകുന്ന കസേര ദൈവം തമ്പുരാന് വിട്ടുകൊടുത്ത് കഴിയുമ്പോൾ സമാധാനം ഉണ്ടാവും. ഇനി എത്ര കോടി രൂപ നമുക്ക് കിട്ടിയാലും സ്വർണം കൊണ്ട് നമ്മളെ മുക്കിയാലും മനസ്സിന് സമാധാനം കിട്ടത്തില്ല. എന്നാൽ ദൈവം തമ്പുരാൻ ഹൃദയത്തിനകത്ത് വന്ന് ഉപവിഷ്ടനാകുന്ന അനുഭവമാണ് ദൈവരാജ്യം. എന്താണ്? ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. കയ്യപ്പിടിച്ചവർ, ദൈവം തൽക്കാലം തിരുവനന്തപുരത്തും ഭരിക്കുന്നില്ല, പറഞ്ഞാട്ടെ. തൽക്കാലം ഡൽഹിയിലും ഭരിക്കുന്നില്ല, വാഷിങ്ടൺ DC-യിലും ഭരിക്കുന്നില്ല. ദൈവം ഇപ്പോൾ നോക്കുന്നത് നിന്റെ ഹൃദയത്തിലാണ്. നീതിസാരം എന്നൊരു ചെറു ഗ്രന്ഥം നമ്മുടെ നാട്ടിലൊക്കെ മേടിക്കാൻ കിട്ടും, ബുക്ക് സ്റ്റോളിലൊക്കെ കാണും. അതിനകത്തൊരു പദമുണ്ട്, ഹൃദിസ്ഥം ഈശ്വരം തെക്വ. ഹൃദയത്തിൽ വസിക്കേണ്ട ഈശ്വരനെ ത്യജിച്ചിട്ട് ദൈവത്തെ തപ്പി അവിടെ ഇവിടെ നടന്നാൽ നീ മഹാമൂഢനാണ്. വചനം പറയാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം, ദൈവം നിങ്ങളുടെ ഉള്ളിൽ വസിക്കാൻ ഇഷ്ടപ്പെടും. നമ്മളെന്ത് ചെയ്യുമെന്നറിയാമോ? ഒക്കെ വളരെ വൃത്തിയായിട്ടിടും. നമ്മുടെ ഹൃദയം സകല അഴുക്കും കൊണ്ടിടും.
ഈ പഴയ നിയമകാലത്തൊക്കെ ബാഹ്യമായ കഴുകലുകളുണ്ട് വിശുദ്ധി വരുത്താൻ വേണ്ടി. ദൈവത്തിൻ്റെ അടുക്കൽ വരുമ്പം വിശുദ്ധിയോടെ ചെല്ലണമെന്ന് പഠിപ്പിക്കും. അതിന് പുറമെ ജഡത്തിലുള്ള കഴുകലൊക്കെയാണ് വെച്ചിരിക്കുന്നത്. യഹൂദന്മാർക്കുണ്ട്. അവരുടെ പുരോഹിതൻ ആലയത്തിലേക്ക് കടക്കുമ്പോൾ ഒരു കണ്ണാടി പോലത്തെ ഒരു വലിയ ഉരുളി പോലൊരു സ്ഥലം, കണ്ണാടിക്കടൽ എന്നാണ് പറയുന്നത്. അതിനകത്ത് നിന്ന് വെള്ളമെടുത്ത് മുഖമൊക്കെ കഴുകി വേണം പോകാൻ, ഒരു വിശുദ്ധിയോടെ ശുദ്ധി വരുത്തുക. അതുപോലെ കൈ കൊണ്ടുള്ള പ്രത്യേക കഴുകലുകൾ നടത്തിയിട്ട് ഭക്ഷണം കഴിക്കാവുള്ളതാണ്. അതിന് ശുദ്ധീകരണ നിയമപ്രകാരം വെള്ളമൊക്കെ ഓരോ വീട്ടിലും വെച്ചിരിക്കും. നമ്മളൊക്കെ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കഴുകലൊന്നും കഴിയാൻ പോരാ, ഭയങ്കര കഴുകലാണ്. നമ്മളാണെങ്കിൽ പൈപ്പിൻ്റെ കടയിൽ ഒന്ന് ഒളിച്ച് കടന്ന് പെട്ടെന്ന് പോയി കഴിക്കണം, അങ്ങനത്തെ കഴുകലാണ്. ഉടനെ കർത്താവായ യേശു ക്രിസ്തു അവരോട് പറഞ്ഞു, നിന്റെ വായ്ക്കകത്തേക്ക് പോകുന്നതല്ല നിന്നെ അശുദ്ധനാക്കുന്നു, മറിച്ച് നിന്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നത് അത്രേ. നിന്റെ വായ്ക്കകത്തേക്ക് പോകുന്നതിൻ്റെ അശുദ്ധി പിറ്റേന്നാൾ മറപ്പുരയിൽ പോകുന്നതോടെ തീരും. എന്നാൽ നിന്റെ ഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്ന കയ്പ്, പക, പിണക്കം, ഇതെല്ലാമാണ് നിന്നെ അശുദ്ധനാക്കുന്നത്. അപ്പോൾ യേശു രാജാവ് നമ്മുടെ ഹൃദയ സിംഹാസനത്തിലൊന്ന് ഇരുന്നാൽ ദൈവരാജ്യം ആരംഭിച്ചു. അവനങ്ങോട്ട് കയറി ഇരുന്ന് കഴിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന വേണ്ടാത്ത ചിന്തകളുണ്ടല്ലോ, ക്ഷുദ്രജീവികളെന്ന് വെച്ചോ, എലി, പുലി, പൂച്ച, കടുന്നല്, വെട്ടില്, ഈ സാധനങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ ഇരിക്കുക. കയ്പ്, പക, നിരാശ, അവനെ കൊല്ലണം, ഇവനെ കൊല്ലണം, അയൽവക്കംകാരൻ്റെ തലയിൽ എന്തെങ്കിലുമൊക്കെ വീണാ കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. ആ മാറാല പിടിച്ച, ഇരുട്ട് പിടിച്ച നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് ഇന്ന് പകൽ യേശുവേ വരണമേ എന്ന് പറയുമ്പോൾ, വർഷങ്ങളായി ഇരുണ്ട് മൂടിക്കിടന്ന ഒരു മുറിക്കകത്ത് ഒരു 10,000 വാട്ട് വെളിച്ചം കത്തിച്ചതുപോലെ ആ വെട്ടം അങ്ങോട്ട് കത്തുമ്പോൾ ഹൃദയത്തിനകത്തുണ്ടായിരുന്ന സകല നരിച്ചീറും, എലിയും, ചിലന്തി വലകളും മാറാലകളും എല്ലാം ഓടിപ്പോയിട്ട് അവൻ്റെ ഹൃദയം ശുഭ്രമാവും. അതിനെക്കുറിച്ചാണ് അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരാകും, അവരുടെ മുഖം പിന്നെ ലജ്ജിക്കത്തില്ല. അതുകൊണ്ടാണ് ക്രിസ്തുവിൽ വിശ്വസിച്ച, വാസ്തവത്തിൽ വിശ്വസിച്ച, കയ്യപ്പിടിച്ച് പറ, പള്ളി മാറിയാൽ അത് ഉണ്ടാകണമെന്നില്ലെന്ന് പറ. ഒന്നുകൂടെ പറ, മതം മാറിയാലും ഉണ്ടാകണമെന്നില്ല. പക്ഷെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് നീതിസൂര്യനായ കർത്താവ് അങ്ങോട്ട് കത്തിയാലുണ്ടല്ലോ, നിന്റെ മുഖം പ്രകാശിക്കും. അതുകൊണ്ടാണ് വാസ്തവത്തിൽ കർത്താവുള്ളൊരു ദൈവപൈതലിൻ്റെ മുഖത്തോട്ട് നോക്കി ഒരു വെളിച്ചമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമീൻ. അതാണ് അങ്ങനെയുള്ളവരെ കാണുമ്പോൾ പറയും, ബ്രദറിൻ്റെ മുഖത്തൊരു വെട്ടം വീണിട്ടുണ്ടല്ലോ, കയ്യെ പിടിച്ചവർ ഒരു വെട്ടം വീണിട്ടുണ്ടല്ലോ. അതാണ് യേശു പറഞ്ഞത്, അതാണ് യോഹന്നാൻ വിളിച്ചു പറഞ്ഞത്, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ഈ ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു, അവൻ്റെ പേരൊന്ന് വിളിച്ചു പറഞ്ഞാട്ടെ. അതാണ് ദൈവരാജ്യം. ഉറക്കെ പറ. അപ്പൊ യേശു കർത്താവ് ഹൃദയങ്ങളെ വിടുവിക്കുന്ന, പ്രകാശിപ്പിക്കുന്ന, പാപവഴികളെ മാറ്റി കർത്താവ് ഹൃദയങ്ങളിൽ വസിക്കുന്ന ഒരു അനുഭവമാണ് ദൈവരാജ്യം. ഉറക്കെ പറഞ്ഞേ. അത് ഓൾറെഡി ഈ ഭൂമിയിലുണ്ട്. ആ ദൈവരാജ്യത്തിനായി ഹൃദയം വിട്ടുകൊടുത്തവർ ഈ ലോകത്തിന് ശേഷം, ഇവിടുത്തെ ശാരീരിക ജീവിതത്തിന് ശേഷം, അല്ല യേശുക്രിസ്തുവിൻ്റെ വരവിന് ശേഷം നിത്യസ്വർഗത്തിലേക്ക് മാറ്റപ്പെടും. അപ്പം നമ്മൾ സ്വർഗത്തിൽ അനുഭവിക്കാൻ പോകുന്ന സമാധാന സന്തോഷവും ഇന്ന് ഹൃദയത്തിൽ അനുഭവിക്കുന്നതിൻ്റെ പേരാണ് ദൈവരാജ്യം. ഉറക്കെ പറഞ്ഞ എന്താണ്? അടുത്തിരിക്കുന്ന ആളോട് പറ, സ്വർഗം ഒരു സ്ഥലമാണ്, ആ സ്ഥലത്തുള്ള പറ സമാധാനത്തിൻ്റെ പേരാണ് ദൈവരാജ്യം. അത് പറ, ഇന്ന് ക്രിസ്തുവിനെ ആരെങ്കിലും സ്വീകരിച്ചാൽ ആ ഹൃദയങ്ങളിൽ വന്ന് നിറയും. അത് പ്രശ്നം മാറിക്കഴിയുമ്പോഴല്ല, പ്രശ്നത്തിനകത്തും അനുഭവിക്കാം. അതുകൊണ്ടാണ് ജയിലറയ്ക്കകത്ത് പിടിച്ചിട്ടപ്പോഴും അപ്പോസ്തലന്മാർ പാടി ദൈവത്തെ സ്തുതിക്കുക, തകരുന്ന കപ്പലിലും അവർ സന്തോഷിക്കുക. അതുകൊണ്ടാണ് ജയിലറയ്ക്കകത്തിരുന്നു കൊണ്ട് എഴുതുകയാണ്, സന്തോഷിപ്പീൻ. കയ്യെ പിടിച്ച് പറ, ജയിലറയ്ക്കോ, പട്ടിണിക്കോ, കഷ്ടതയ്ക്കോ, ഉപദ്രവങ്ങൾക്കോ മാറ്റിക്കളയാൻ കഴിയാത്ത ഒരു സ്വർഗീയ ആനന്ദമാണ്, സ്വർഗീയ ആനന്ദമാണ് ദൈവരാജ്യം. അതാണ് റോമർ 14:17, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിബോധവും. ദൈവം എന്നെ നീതീകരിച്ചെന്നുള്ള ബോധം, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ.
ഹല്ലേലൂയ. ലോകത്തിലെ ആൾക്കാർക്ക് പ്രശ്നം മുഴുവൻ മാറിയാലേ സന്തോഷമാവുള്ളൂ. എന്നാൽ കർത്താവ് ഉള്ളിൽ വരുമ്പോൾ പ്രശ്നം ഉള്ളപ്പോൾ തന്നെ സന്തോഷം. സന്തോഷിക്കാൻ തുടങ്ങുമ്പോൾ പ്രശ്നം തന്നെ വിട്ട് ഓടിപ്പോവും. സന്തോഷിക്കുന്നവൻ്റെ മേത്ത് പ്രശ്നത്തിന് വേണ്ടി നിൽക്കാനൊക്കത്തില്ല, രോഗത്തിന് നിൽക്കാനൊക്കത്തില്ല. കയ്യെ പിടിച്ച് പറഞ്ഞ് ബ്രദർ നന്നായി ചിരിക്കാമെങ്കിൽ തന്നെ നമ്മുടെ പേസ്റ്റിന്റെ പരസ്യത്തിലെ ഇവിടുന്ന് തുടങ്ങുന്ന ചിരിയല്ല, പരിശുദ്ധാത്മാവ് ഇവിടുന്ന് തരുന്നൊരു ചിരിയുണ്ട്. ഉള്ളിൽ നിന്ന് ബബിളപ്പ് ചെയ്യുന്ന കുമിള പോലെ പൊട്ടി പൊങ്ങുന്ന ആ സന്തോഷം വരുമ്പോൾ ഈ ലോകത്തിന്റെ പ്രശ്നങ്ങളൊക്കെ മാറിപ്പോകുകയാണ്. ഓ, ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. അതാണ് യേശു വിഭാവനം ചെയ്ത ദൈവരാജ്യം. കയ്യെ പിടിച്ച് പറ, ഇവിടെ ഹൃദയത്തിൽ തുടങ്ങുന്നതും പറ, പ്രശ്നങ്ങളുള്ള ഈ ഭൂമിയിൽ പ്രതിസന്ധികളുടെ നടുവിലും നിന്റെ ഹൃദയത്തിൽ ആരംഭിക്കുന്നതും പറഞ്ഞാട്ടെ, ഈ ഭൂമിക്ക് അപ്പുറത്ത് നിത്യരാജ്യത്ത് എന്നേക്കും തുടരുന്ന അനുഭവമാണ് ദൈവരാജ്യം. അതിന്റെ രാജാവിന്റെ പേരെന്ന് വിളിച്ചു പറഞ്ഞേ. ഈ ദൈവരാജ്യം കൊടുക്കാൻ വേറെ ആരെ കൊണ്ട് ഒക്കത്തില്ല, ഒരുവനെ കൊണ്ടേ ഒക്കത്തുള്ളൂ. അവന്റെ പേരെന്ന് വിളിച്ചു പറഞ്ഞേ. സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ എൻ്റെ വീട്ടിലെ സകല പ്രതിസന്ധികളും ഒന്നിനു പുറകെ ഒന്നായി രോഗങ്ങളും 2 തലമുറ ശാപവും, ഞാനും മദ്യത്തിനും മയക്കുമരുന്നിനും അടിപ്പെട്ട ചീട്ടുകളി സങ്കേതങ്ങളായി എൻ്റെ ജീവിതം തകർന്ന്, എൻ്റെ സഹോദരിമാർ 2 പേര് തീരാരോഗികളായ, ഒരാൾ 2 കിഡ്നിയും നഷ്ടപ്പെട്ടു, വേറൊരു സഹോദരി മാനസിക രോഗിയായി, 2 പേരുടെ പഠിത്തം നിന്ന്, എൻ്റെ അമ്മ രോഗിയായി, എൻ്റെ മൂത്ത സഹോദരിയുടെ ഭർത്താവ് മരിച്ച്, ഞങ്ങൾ ചെയ്ത 2 ബിസിനസ് തകർന്ന, ഒരു ബാങ്കും ഒരു എസ്റ്റേറ്റും, ഒരു സ്വസ്ഥതയുമില്ല. ഞാൻ ഒരു ദിവസം ഒരു പ്രശ്നവും തീരുന്നതിന് മുമ്പേ എൻ്റെ അകത്ത് ഈ ലൈറ്റ് കത്തി. 84 ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന ഈ യേശു ക്രിസ്തുവിനെ ഒരു ദൈവദാസിൽ കൂടെ ഞാൻ കേട്ടു. അന്ന് രാത്രി യേശുവേ എനിക്ക് സമാധാനം തരണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ കർത്താവ് വന്നു. അന്ന് രാത്രി ഒരു സൗഖ്യവും വിടുതലും ഒന്നും നടന്നില്ല. പക്ഷേ ഇവിടെ ദൈവരാജ്യത്തിൻ്റെ സന്തോഷമുണ്ട്. ആ ദൈവരാജ്യത്തിൽ സന്തോഷിക്കാൻ തുടങ്ങിയപ്പോൾ വീട്ടിലെ പ്രശ്നങ്ങൾ മാറാൻ തുടങ്ങി. തമ്മിലുള്ള വഴക്കും ഒക്കെ മാറി, സ്നേഹവും സന്തോഷവും ഹല്ലേലൂയ സ്തോത്രവും വന്നു. എൻ്റെ വീട്ടിലെ ഓരോ രോഗബന്ധനങ്ങളും പടിയിറങ്ങി. എൻ്റെ പിതാവിൻ്റെ 3 സഹോദരങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി മരിക്കുകയായിരുന്നു. അന്ന് മുതലേ ഉള്ള ശാപം, കർത്താവിൻ്റെ രാജ്യം ഒരു ഹൃദയത്തിൽ വന്നു കഴിഞ്ഞാൽ ആ വീട്ടിൽ മുഴുവൻ വ്യാപരിക്കും. ഇന്നിവിടെ വന്ന നീ, എൻ്റെ ഭർത്താവ് നന്നാകട്ടെ, എൻ്റെ മോൻ നന്നാകട്ടെ എന്ന് പറയേണ്ട, നിന്നെ ഇവിടെ ദൈവം വിട്ടിരിക്കുക. നീ വെളിച്ചമായിട്ടങ്ങ് പോയാൽ മതി. നിന്റെ ഭവനം മുഴുവൻ വെളിച്ചം നിറയും. നിന്റെ വീട്ടിലെ ഇരുട്ടിൻ്റെ ശക്തികൾ വിട്ടുമാറും. നിന്റെ വീട് അനുഗ്രഹിക്കുമ്പോഴും നിന്റെ അയൽവക്കത്തേക്ക് അത് വ്യാപരിക്കും. അങ്ങനെ ദൈവരാജ്യം ഇങ്ങനെ വ്യാപരിച്ചുകൊണ്ടേയിരിക്കും. ദൈവരാജ്യത്തിൻ്റെ അതിരുകൾ വിസ്തീർണമായിക്കൊണ്ടേയിരിക്കും. ഈ ദൈവരാജ്യത്തെ തകർക്കാൻ ഒരു ശക്തിക്ക് സാധ്യമല്ല. ഇത് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് അങ്ങനെ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ഇതിന് രാജ്യത്തിൻ്റെ അതിരുകളില്ല, ഇതിന് മതത്തിൻ്റെ വേലിക്കെട്ടുകളില്ല, ഇതിന് വർഗവർണ്ണങ്ങളുടെ ഭാഷകളുടെ അതിരുകളില്ല. ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് ഈ സന്തോഷം ഇങ്ങനെ പകർന്നുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്തു എന്ന രാജാവിന് കരമുയർത്തിയൊരു ഹല്ലേലൂയ പറയുക.